ബി.ജെ.പി. എം.പി. സാക്ഷി മഹാരാജ് വീണ്ടും വിവാദക്കുരുക്കിൽ. ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് സാക്ഷി മഹാരാജ് പെൺകുട്ടിയുടെ വസ്ത്രം അഴിപ്പിച്ചു. ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട് സന്ദർശിച്ചപ്പോഴാണ് സംഭവം. ആദ്യം ദൃശ്യങ്ങൾ കാണാം. സാക്ഷി മഹാരാജ് നിരവധി തവണ പല വിവാദങ്ങൾ കൊണ്ടും ശ്രദ്ധേയനായ അല്ലെങ്കിൽ കുപ്രസിദ്ധനായ ബി.ജെ.പി. എം.പിയാണ് സാക്ഷി മഹാരാജ്. ഇത്തരത്തിൽ പരസ്യമായി സ്ത്രീയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമുണ്ടായത് ഒരിക്കൽ കൂടി സാക്ഷി മഹാരാജിനെ വിവാദത്തിലേക്കാക്കുന്നു. പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് ദളിത് പെൺകുട്ടിയുടെ ജീൻസ് അഴിച്ച് മുറിവ് കാണിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. സ്ത്രീയുടെ അഭിമാനത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തെത്തുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വളരെ ഗൗരവമായ, വളരെ ഗുരുതരമായ സ്ത്രീ അപമാനം തന്നെയാണ് സാക്ഷി മഹാരാജ് നടത്തിയത്. ദൃശ്യങ്ങൾ വ്യക്തമാണ്. എന്തൊക്കെ വിശദാംശങ്ങൾ, പ്രതിഷേധങ്ങൾ ഏതൊക്കെ തരത്തിലുയരുന്നു? അജിംഷാദ് നിരവധി വിവാദ പ്രസ്താവനകളിലൂടെയും നടപടികളിലൂടെയും കുപ്രസിദ്ധി ആർജിച്ച വിവാദ നായകനായ ബി.ജെ.പിയുടെ എം.എൽ.എ. സാക്ഷി മഹാരാജ് ഇപ്പോൾ പുതിയ വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. നേരത്തെയുള്ള വിവാദങ്ങളെ അപേക്ഷിച്ച് വളരെ ഗൗരവമുള്ള ഒരു വിവാദത്തിലാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരു പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുകയും പോലീസ് ഈ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. ഉത്തർപ്രദേശിൽ ഈ വീട്ടിലെത്തിയ സാക്ഷി മഹാരാജും അനുയായികളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ജീൻസ് അഴിച്ച് മുറിവ് കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പൊതുജന മധ്യത്തിൽ വെച്ച് തന്നെ പെൺകുട്ടി വളരെയധികം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എം.പിയുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട് ജീൻസ് അഴിച്ച് മുറിവ് കാണിച്ചു കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടി ബി.ജെ.പി. വളരെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ പൊതുജന മധ്യത്തിൽ വെച്ച് ഒരു പൊതുപ്രവർത്തകൻ തന്നെ അപമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിമർശനമായി ഉയർന്നു വരുന്ന കാര്യം. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടുകൂടി സാക്ഷി മഹാരാജ് സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. അദ്ദേഹം ഇത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിട്ടും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. പെൺകുട്ടി വളരെ ബുദ്ധിമുട്ടോടുകൂടി അല്ലെങ്കിൽ അതിൽ നിന്നും പരമാവധി ഒഴിവാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാക്ഷി മഹാരാജിന്റെ കൂടെയുള്ള അണികളും വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും സാക്ഷി മഹാരാജിന് നിരവധി തവണ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വർഗീയ പരാമർശങ്ങൾ, ഇന്ത്യയുടെ മതേതര സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിലുള്ള നിരവധി പരാമർശങ്ങളിലൂടെ കുപ്രസിദ്ധനായ എം.പി. കൂടിയാണ് സാക്ഷി മഹാരാജ്. എം.പിയാണ് അദ്ദേഹം. ഉത്തരവാദിത്വമില്ലേ ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിക്കുക, അതും ഒരു ദളിത് പെൺകുട്ടിയെ? അത്തരത്തിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മുറിവ് കാണാനായി ആവശ്യപ്പെടാൻ സാക്ഷി മഹാരാജ് ആരാണ്? എന്താണ് സാക്ഷി മഹാരാജിന് അവിടെ ഏൽപ്പിക്കപ്പെട്ട അത്തരത്തിലെ ദൗത്യം? ഭാരത സ്ത്രീയുടെ അഭിമാനത്തിന് മേലുള്ള ചോദ്യചിഹ്നമായി ഇത് കാണുന്നുണ്ടോ? ദില്ലി എങ്ങനെ പ്രതികരിക്കുന്നു? ഉത്തരേന്ത്യ എങ്ങനെ പ്രതികരിക്കുന്നു? അജിംഷാദ്, വളരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഈ വീട്ടിൽ ഈ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിലാണ് സാക്ഷി മഹാരാജ് സന്ദർശനം നടത്തിയത്. ഈ വീട്ടിൽ പോലീസ് ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡ് നടത്തുന്നതിനിടയിൽ പോലീസ് ചില അക്രമങ്ങൾ കാണിക്കുകയും ഈ പെൺകുട്ടിക്ക് പരിക്ക് ഏൽക്കുകയും ചെയ്തിരുന്നു. ഈ വീട് സന്ദർശിക്കുന്നതിനിടെയാണ് സാക്ഷി മഹാരാജ് ഈ റെയ്ഡിനിടെ മുറിവ് പറ്റിയത് കാണിക്കണം എന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ വസ്ത്രം ഉരിയാൻ നിർബന്ധിക്കുകയും വീട്ടുകാരത് ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി പ്രസ്താവനകൾ, വർഗീയ പ്രസ്താവനകളെല്ലാം തന്നെ സാക്ഷി മഹാരാജ് നടത്തിയിരുന്നു. 2015 സെപ്റ്റംബർ 14 വളരെ വിവാദമായ ഒരു പ്രസ്താവന. മദ്രസകളിൽ നിന്നാണ് തീവ്രവാദികൾ ഉണ്ടാകുന്നത് എന്നുള്ള പ്രസ്താവന. അതോടൊപ്പം തന്നെ 2014 ഡിസംബർ 11 ഗോഡ്സെ രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യസ്നേഹിയാണ് എന്നുള്ള പ്രസ്താവന. അതോടൊപ്പം തന്നെ നേപ്പാൾ ഭൂകമ്പ സമയത്ത് രാഹുൽ ഗാന്ധി നേപ്പാളിലെ ക്ഷേത്രം സന്ദർശിച്ചതുകൊണ്ട്, കേദാർനാഥ് ക്ഷേത്രം സന്ദർശിച്ചതുകൊണ്ട്, ബീഫ് കഴിക്കുന്ന രാഹുൽ ഗാന്ധി ക്ഷേത്രം സന്ദർശിച്ചതുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടായത് എന്നുള്ള പ്രസ്താവന. അതോടൊപ്പം തന്നെ ഹിന്ദു സ്ത്രീകൾ 4 കുട്ടികൾക്ക് ജന്മം നൽകണം എന്നുള്ള പ്രസ്താവന. ഇത്തരത്തിൽ നിരവധി വർഗീയ പ്രസ്താവനകളിലൂടെ കുപ്രസിദ്ധി ആർജിച്ച നേതാവ് കൂടിയാണ് ബി.ജെ.പി. എം.പി. കൂടിയാണ് ഈ സാക്ഷി മഹാരാജ്. എങ്കിൽ കൂടിയും അതെല്ലാം അതിനപ്പുറത്തേക്ക്
ദൃശ്യസഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ചും അല്ലെങ്കിൽ എല്ലാത്തിനും സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് വളരെയേറെ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു അതാണ് സന്തോഷ് എം, അതായത് ഇത്തരത്തിലൊരു ഉത്തരവാദിത്വം, ഒരു വ്യാജ ഉത്തരവാദിത്വം ഒരു എംപിയിൽ, ഒരു പുരുഷ എംപിയിൽ എങ്ങനെ നിക്ഷിപ്തമായി എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ ജനക്കൂട്ടം അതേ സംബന്ധിച്ച് അവെയർ ആകില്ല. പക്ഷെ എംപി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലേ ഇങ്ങനെ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ അത്തരത്തിൽ നാണം മാറ്റുന്ന രീതിയിൽ ഉള്ള നാണം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ മാറ്റാൻ ആവശ്യപ്പെടാൻ ഉള്ള ആ ഒരു വകതിരിവ് പോലും കാണിച്ചില്ല എന്ന കേവലമായ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഗൗരവമായ വിഷയങ്ങളുണ്ട്. ഒന്ന്, സാക്ഷി മഹാരാജൻ മുമ്പോട്ട് വെക്കുന്ന ചില വർഗീയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പരിശോധിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ദളിത് പീഡനങ്ങൾ ഉണ്ടാകുന്നു, ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദളിതനെ പോലും ചുട്ടുകൊല്ലുന്നു. ഇത്തരത്തിൽ ദളിത് പെൺകുട്ടിയോടുള്ള സമീപനത്തിൻ്റെ ലാഘവത്വമാണ് അവിടെ കാട്ടിയത് എന്ന് വിമർശിച്ചാൽ തെറ്റുണ്ടോ സന്തോഷ് എം? തീർച്ചയായും അജിംഷാദ്, ഈ സാക്ഷി മഹാരാജിന്റെ മുൻകാല പ്രസ്താവനകളും പ്രവൃത്തിയും എല്ലാം തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഒരു എംപിക്ക് ചേരാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ജനപ്രതിനിധിക്ക് ചേരാത്ത തരത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, സാക്ഷി മഹാരാജ വീട്ടിലെത്തുന്നു, എല്ലാവരുടെ ഇടയിലും വലിയ നേതാവായി കസേരയിൽ ഇരിക്കുന്നു, ഒരു നിരവധി അനുയായികളും സാക്ഷി മഹാരാജിന്റെ കൂടെയുണ്ട്, സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്, അത്തരത്തിലൊരു വലിയ ജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടത്തിന് ഇടയിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടിയുടെ വസ്ത്രാക്ഷേപം നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പെൺകുട്ടി വളരെയധികം എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും അല്ലെങ്കിൽ വളരെ ദയനീയ മുഖത്തോടു കൂടി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായി ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ ഈ പെൺകുട്ടി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സമയത്തിൽ വസ്ത്രം ഉരിയണ്ട എന്നോ അല്ലെങ്കിൽ വസ്ത്രം ഉരിയാൻ ശ്രമിക്കുന്ന അവരെ പിന്തിരിപ്പിക്കാനോ സാക്ഷി മഹാരാജ് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സാക്ഷി മഹാരാജിന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ വിമർശനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുകയുമില്ല. ഒരു പെൺകുട്ടിയെ പൊതുജന മധ്യത്തിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്തിയ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വളരെ വലിയ വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കും ഇടയാകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം സോമപ്രസാദ് MP ചേരുകയാണ്. ശ്രീ സോമപ്രസാദ്, വളരെ ഗൗരവമായ കാര്യം. ഒരു MP എന്നാൽ, ഒരു ജനപ്രതിനിധി എന്നാൽ പാലിക്കപ്പെടേണ്ട ഒരുപാട് ഔചിത്യങ്ങളുണ്ട്, ഒരുപാട് ഔന്നിത്യങ്ങളുണ്ട്. സർഗാത്മകമായി അത്തരത്തിൽ ഒരു പ്രശ്നം ഇവിടെ ഉയരുന്നു. നോക്കൂ, സാക്ഷി മഹാരാജ് ഒരു ദളിത് പെൺകുട്ടിയുടെ ജീൻസ് ഉരിഞ്ഞ് മുറിവ് കാണുന്നു. അയാൾ മുറിവ് കണ്ടതുകൊണ്ട് ഒരു പ്രശ്നവും അവിടെയില്ല. അയാൾ അങ്ങനെ ഒരു ദൗത്യം നിയോഗിക്കപ്പെടുന്നില്ല. പിന്നെ എന്തിന് പരസ്യമായി ഒരു ദളിത് പെൺകുട്ടിയെ അപമാനിച്ചു? സ്ത്രീയെ അപമാനിക്കുന്നു, ദളിത് പെൺകുട്ടിയെ അപമാനിക്കുന്നു. ഇതിന് സാക്ഷി മഹാരാജിനെതിരായിട്ട് SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കണം. കാരണം ആ പെൺകുട്ടിയുടെ മുറിവ് കണ്ട് അതിന് ചികിത്സ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദം നേടിയ ആളൊന്നല്ലല്ലോ. അദ്ദേഹം ഒരു സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വർഗീയവാദിയായ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഈ പാർലമെന്റിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അടിയന്തരമായി പ്രൊവിഷൻ ഓഫ് SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കുകയും ഇത്രയും നീചമായ ഒരു പ്രവൃത്തി നടത്തിയ ആളിനെതിരായിട്ട് ബഹുജന പ്രക്ഷോഭവും ബഹുജന അഭിപ്രായം ഉയർന്നു വരികയാണ് ചെയ്യേണ്ടത്. സാക്ഷി മഹാരാജാവിന് ഈ പെൺകുട്ടിയുടെ ഈ വസ്ത്രം അഴിച്ചു നോക്കി ഇങ്ങനെ പരിശോധിക്കാൻ ആരാണ് അവകാശം കൊടുത്തിട്ടുള്ളത്? ഒരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കുന്ന ഒരു പ്രവൃത്തിയല്ല അദ്ദേഹം ചെയ്തത്. അതാണ്, നോക്കൂ, ആ പെൺകുട്ടി, ശ്രീ സോമപ്രസാദ്, അതായത് ആ പെൺകുട്ടി നിരവധി തവണ ആ ബുദ്ധിമുട്ട് അറിയിക്കുന്നു. ആ പെൺകുട്ടിയുടെ ശരീരഭാഷയിൽ നിന്ന് അറിയാം. പക്ഷേ അയാൾക്ക് കണ്ടേ തീരൂ. സാക്ഷി മഹാരാജ് എന്ന MP കണ്ടേ തീരൂ. അത്തരത്തിൽ ആ പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട് നോക്കാതെയാണ് പരസ്യമായി നാണം മാറ്റുന്നത്. യഥാർത്ഥത്തിൽ ഒരു ദളിത് പെൺകുട്ടി ആയതുകൊണ്ട് കൂടി നോക്കൂ, സാമൂഹികമായ പശ്ചാത്തലം അവിടെ പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലായതുകൊണ്ടല്ലേ സാക്ഷി മഹാരാജിന് അങ്ങനെ ചെയ്യാൻ അവിടെ കഴിഞ്ഞത്? അല്ലെങ്കിൽ സാക്ഷി മഹാരാജിന് ആ പെൺകുട്ടിയെ സ്പർശിക്കാനാകുമോ, അങ്ങനെ നോക്കാനാകുമോ? അത്തരത്തിൽ കൂടി മാനങ്ങൾ വികസിക്കേണ്ടേ? രാഷ്ട്രീയം തന്നെയല്ലേ അത് സോമപ്രസാദ്? തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. ആ പെൺകുട്ടിക്ക് ശക്തമായി പ്രതികരിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് മുതലെടുത്തുകൊണ്ടാണ് സാക്ഷി മഹാരാജ് ചെയ്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും അങ്ങനെ ഒരു സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരാളിനോട് പോലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണല്ലോ സാക്ഷി മഹാരാജ് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് ആ പെൺകുട്ടി അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ആ എതിർപ്പ് വകവയ്ക്കാതെ ഈ തരത്തിൽ പരസ്യമായി
പരസ്യമായിട്ട് രഹസ്യമായിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് പരസ്യമായി ഇത്തരം കാര്യം ചെയ്യാൻ തയ്യാറായ സാക്ഷി മഹാരാജിനെതിരായിട്ട് കേസെടുക്കണം. അത് അത് തന്നെയാണ് ശ്രീ സോമപ്രസാദ്, താങ്കൾ ഇത് രാജ്യസഭയിൽ ഉന്നയിക്കുമോ? നോക്കൂ, ഇന്ന് കേരളത്തിൽ ഒരു ദളിത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, വളരെ മൃഗീയമായ അവസ്ഥയിൽ കൊല്ലപ്പെട്ടു. പീപ്പിൾ ടിവിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം അത് ലോകമറിയുകയും പോലീസ് ഇപ്പോൾ ഓടി നടക്കുകയും ചെയ്യുന്നു പ്രതിയെ പിടിക്കാൻ, അല്ലെങ്കിൽ മുങ്ങിപ്പോകുമായിരുന്ന ഒരു കേസ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോകുന്നു എന്ന വാർത്തകളും എത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഉത്തരേന്ത്യയിൽ ക്ഷേത്രത്തിൽ കയറിയ ദളിതനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത് അടക്കമുള്ള ദളിത് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് കേന്ദ്ര സർക്കാർ BJP അധികാരത്തിൽ വന്നതിന് ശേഷം. ഈ പശ്ചാത്തലത്തിൽ താങ്കൾ രാജ്യസഭയിൽ സാക്ഷി മഹാരാജിന്റെ വിഷയം ഉന്നയിക്കുമോ? തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ഞാനത് ഉപയോഗിക്കും. പക്ഷെ ഞാനിപ്പോ ഡൽഹിയിലില്ല. ഈ പെരുമ്പാവൂർ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വലിയൊരു മാർച്ച് PKS പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ കേരളത്തിലാണ്. ഡൽഹിയിലെത്തിയാൽ ഉടനെ ഈ കിട്ടുന്ന ആദ്യ അവസരം തന്നെ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കും. തീർച്ചയായും. ശ്രീ സോമപ്രസാദ്, ദയവായി തുടരുക. നമുക്ക് പൊതുപ്രവർത്തകയായ ധന്യാരാമനിലേക്ക് കൂടി പോകാം. ധന്യാരാമൻ, രാജ്യത്താകമാനം ദളിത് വിരുദ്ധത അലയടിക്കുകയാണ്. ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഒരു വൃദ്ധനായ ദളിതനെ ചുട്ടുകൊന്നു. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ, NDA കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രൂക്ഷമായ രീതിയിൽ അത് തുടരുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ പോലും കഴിഞ്ഞ ദിവസങ്ങൾ കാസർഗോഡ് ധന്യാരാമൻ തന്നെ പറഞ്ഞതാണ്, 2 പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായി, ദളിത് പെൺകുട്ടികളാണ്. ഒപ്പം ജിഷ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഒരു പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ദൃശ്യം ഉത്തരേന്ത്യയിൽ നിന്നെത്തുന്നത്. അതായത് സാക്ഷി മഹാരാജൻ അത്രേ, ഒരു MP പരസ്യമായ ഒരു പെൺകുട്ടിയുടെ ജീൻസ് അഴിച്ച് മുറിവ് കാണുന്നു. എന്ത് ആഭാസകരമായ കാര്യമാണ്! എങ്ങനെ ഇതിനെ കാണണം? ഇതിന് രാഷ്ട്രീയമുണ്ടോ? ഇത് ദളിത് വിരുദ്ധതയുണ്ടോ? എങ്ങനെ കാണണം ധന്യാരാമൻ? എന്നെ കൈരളിയിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. കാരണം ഈ വാർത്തയൊന്നും കാണാൻ പറ്റാത്ത ഒരു റൂറൽ ഏരിയയിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ ഞെട്ടല് തോന്നുന്നു. ഒരു MP ഇങ്ങനെ ഏത് സാഹചര്യത്തിലാണ് തുണി അഴിപ്പിച്ചത് എനിക്ക് എന്തോ സാഹചര്യത്തിലായാലും ഒരു പെൺകുട്ടീനെ പരസ്യമായിട്ട് ജീൻസ് അഴിപ്പിക്കുക അല്ലെങ്കിൽ മുറിവ് കാണാനായാലും അതിനൊരു സ്വകാര്യതയില്ലേ? അപ്പൊ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി തന്നെയാണ് അഭിപ്രായം. സാക്ഷി മഹാരാജ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതിനെ ഞാൻ ശക്തമായി എതിർക്കുന്നു. ഞാൻ അതിനെ അപലപിക്കുന്നു. വളരെ മോശം തന്നെയാണ് അവർ ചെയ്തൊരു സ്ത്രീ. അതായത് ധന്യാരാമൻ, സാഹചര്യം ഇങ്ങനെയാണ്. ദൃശ്യങ്ങളുണ്ട്. താങ്കൾക്ക് ഇപ്പോൾ TV കാണാനാകാത്തത് കൊണ്ടാണ് പീപ്പിൾ TVയിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. അതായത് സാക്ഷി മഹാരാജ് ഒരു പോലീസ് മർദ്ദനം ഏറ്റു എന്ന് പറയപ്പെടുന്ന ഒരു വീട്ടിലെത്തുന്നു. BJP പ്രവർത്തകന്റെ വീടാണ്, പക്ഷെ ദളിത് കുടുംബമാണ്. അവിടെ എത്തുന്നു. ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അത്തരത്തിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിച്ച ശേഷം ജീൻസ് ഊരാൻ ആവശ്യപ്പെടുന്നു, ഉൾഭാഗങ്ങളിലെ മുറിവുകൾ കാണാൻ. അപ്പോൾ പെൺകുട്ടി ശരീരഭാഷയിലൂടെ അതിൻ്റെ നാണം, ബുദ്ധിമുട്ട് അറിയിക്കുന്നു. പക്ഷെ കേൾക്കാതെ നിർബന്ധിച്ച് അദ്ദേഹം ജീൻസ് അഴിപ്പിച്ച് ആ മുറിവ് കാണുന്നു. ഇത്രയേറെ വളരെ സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ. ദളിത് കുടുംബമല്ലായിരുന്നെങ്കിൽ സാക്ഷി മഹാരാജിന് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ആവശ്യപ്പെടാനാകുമോ? അത് ചർച്ച ചെയ്യണമോ ധന്യാരാമൻ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും. ഒരു സവർണന്റെ വീട്ടിൽ കയറി ആർക്കും ഇങ്ങനെ എന്താണ് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കയറി അവിടുത്തെ പെൺകുട്ടിയോട് തുണി കഴിക്കുന്നൊന്നും ആരും പറയൂല. അവരതിൻ്റെതായിട്ടുള്ള മാന്യതകളെ പാലിക്കും. ഞങ്ങളുടെ ഒരാളായത് കൊണ്ടായിരിക്കും അവരെങ്ങനെ ചെയ്തത്. എന്തായാലും സാക്ഷി ചെയ്തത് ശരിയായില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നുള്ളതാണ്. ഇത് ഒരു പ്രത്യേകിച്ച് ഒരു MP അവര് പൊതുജനങ്ങളോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും അത്രയും മര്യാദ പാലിക്കേണ്ട ആളാണ്. അവരെന്ത് പ്രതിജ്ഞ എടുത്തിട്ടാണ് അവർ പാർലമെന്റിലേക്ക് കയറുന്നത്, അത് തന്നെ അവർ ലംഘിച്ചിരിക്കുകയാണ്. ഒരു പൊതു ഇടത്തിൽ വെച്ച് ഇത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ വെച്ച് ഒരു പെൺകുട്ടീനെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലം. അത് ഇത്രയും ഇഷ്യൂസ് ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ഒരു MP-ക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ? അതാണ് ഇപ്പോൾ ധന്യരാമൻ, അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാസർഗോഡ് 2 ബലാത്സംഗത്തിനിരയായ ദളിത് പെൺകുട്ടികൾക്കൊപ്പം കഴിയുകയാണ് താങ്കൾ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് CPIM-ന്റെ രാജ്യസഭാ MP കൂടിയായ സോമപ്രസാദ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കും. ഇദ്ദേഹത്തിനെതിരെ സ്ത്രീ വിരുദ്ധതയ്ക്കും ദളിത് വിരുദ്ധതയ്ക്കും കേസെടുക്കണം, അതിൻ്റെ വകുപ്പുകളും പറഞ്ഞു അദ്ദേഹം. അത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ രാജ്യസഭയിൽ അത് ഉന്നയിക്കുമെന്ന് സോമപ്രസാദ് അല്പം മുമ്പ് പീപ്പിൾ TVയോട് പറഞ്ഞു. പക്ഷേ പ്രശ്നം ഇവിടെയാണ് ഉയരുന്നത് ശ്രീ ധന്യാരാമൻ.
ഇത്തരത്തിൽ ഒരു എം പിക്ക് എങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം നടത്തേണ്ട ഒരു എം പിക്ക് എങ്ങനെ പ്രവർത്തിക്കാനാകുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്നത് ആ സ്ത്രീ അപമാനിക്കപ്പെട്ടത് ഒരു പക്ഷേ വളരെ ഗൗരവമായ രീതിയിൽ രാജ്യം ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. നിർഭയയുടെ പ്രശ്നമൊക്കെ രാജ്യത്തുണ്ടായതിനു ശേഷം പാലിക്കപ്പെട്ട ഒരുപാട് നിയമപരമായ ജാഗ്രതയുണ്ട്. അതൊന്നും ഈ എം പിക്ക് അറിയില്ലേ? അത് ചോദ്യം ചെയ്യാൻ ദളിത് സംഘടനകളില്ലേ? ശക്തിയില്ലേ ദളിത് സംഘടനകൾക്ക് ഇന്ത്യയിൽ? തീർച്ചയായിട്ടും ഞാനിതിപ്പോ എന്റെ ബാക്കി സുഹൃത്തുക്കളെ, എന്റെ ബാക്കി വേണ്ടപ്പെട്ടവരെയും സംഘടനകളെ എല്ലാരെയും അറിയിക്കും. ഇപ്പോൾ ധന്യരാമൻ നമ്മോടൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ഇത്തരത്തിലൊരു ദൃശ്യം ഞങ്ങളെപ്പോലും ഞെട്ടിക്കുന്നു. സാക്ഷി മഹാരാജ് ആരാണ് ഒരു പെൺകുട്ടിയുടെ ജീൻസ് അഴിപ്പിച്ച് മുറിവ് കാണാൻ, ആ പെൺകുട്ടിയെ അപമാനിക്കാൻ? നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനകരമായൊരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോട് RSS സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ദളിത് കുടുംബത്തിന് ഒരു വീട്ടിന് തീ കൊടുത്ത് 2 പിഞ്ചു കുട്ടികൾ മരിച്ചപ്പോൾ പട്ടികളെ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്നാണ് കേന്ദ്രമന്ത്രി VK സിംഗ് അന്ന് ചോദിച്ചിരുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മനുഷ്യരായി പോലും കാണാത്ത പ്രസ്ഥാനമാണ് RSS. അതിന്റെ ഭാഗമാണ് സാക്ഷി മഹാരാജാവിന്റെ ഈ നടപടി. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ചെയ്യാത്ത കാര്യമാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമാനുസൃതമായി ചെയ്യുന്നതിന് പകരം നിയമം കയ്യിലെടുക്കാൻ പോലും എടുക്കുന്നവർ ചെയ്യുന്നത് രീതിയിൽ ഇദ്ദേഹം എങ്ങനെ പെരുമാറി? ഇത് RSS ഇന്ത്യ ഭരിക്കുന്നു എന്നതിന്റെ ഭാഗമായി കാണിക്കുന്ന എന്തും ചെയ്യാമെന്നുള്ളതിന്റെ മനോഭാവമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ദളിതർ മാത്രമല്ല, ഒരു ആളോടും പെരുമാറാൻ പാടില്ലാത്ത വിധത്തിലല്ലേ ഇങ്ങനൊരു സമീപനം ഉണ്ടായത്? ഈ സംഭവം രാജ്യത്താകെ ശക്തമായ പ്രതിഷേധത്തിന് ഇടവരുന്നൊരു സംഭവമാണ്. എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് RSSകാർ എത്തിക്കഴിഞ്ഞു. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെന്നുള്ള ഇത് വന്നതോടുകൂടി അവർ എന്തും ചെയ്യും, ആരെയും എന്തും ചെയ്യുമെന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. ഇതാരും ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമാണല്ലോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള രോഷം നാട്ടിൽ ഉയർന്നു വരണം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തെ നിയമത്തിന് വിധേയമാക്കണം. ശക്തമായ നടപടി അദ്ദേഹത്തിന്റെ പേരിൽ സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാകണം. രാജ്യവ്യാപകമായി ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും. കേരളത്തിൽ ഇത് സജീവമായ ഒരു പ്രശ്നമായി ജനങ്ങൾ ഏറ്റെടുക്കും എന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ്. ശ്രീ കോടിയേരി, അതായത് താങ്കൾ സൂചിപ്പിച്ചു VK സിംഗിന്റെ പരാമർശം, 2 ദളിത് കുട്ടികളെ അടക്കം ചുട്ടുകരിച്ച സംഭവം, ക്ഷേത്രത്തിൽ കയറിയ ഒരു വൃദ്ധനായ ദളിതനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച സംഭവം, ഇതൊക്കെ BJP അധികാരത്തിൽ വന്നതുകൊണ്ടാണ്. തീർച്ചയായും അത് യാദൃശ്ചികമാണ് എന്ന് കാണാനാകില്ല. ആ ഘട്ടത്തിൽ കൂടിയാണ് സാക്ഷി മഹാരാജിനെ പോലെ ഒരു വർഗീയ വെറിയുള്ള MP ഇത്തരത്തിൽ പെരുമാറിയത്. വളരെ ഗൗരവം തന്നെയാണ്. ഇന്ന് കേരളത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു കേസിൽ പീപ്പിൾ TV പുറത്ത് ലോകത്തെ അറിയിച്ചത് കൊണ്ട് മാത്രം അറിഞ്ഞ ഒരു ദളിത് പെൺകുട്ടിയുടെ വിഷയത്തിൽ പ്രധാനമന്ത്രി കാണാനെത്തുക എന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനായ MP ഇങ്ങനെ ഒരു ദളിത് പെൺകുട്ടിയെ അപമാനിക്കുന്നത്. ദളിത് പെൺകുട്ടി അല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ജീൻസ് ഊരാൻ ആവശ്യപ്പെടാനാകില്ലായിരുന്നു. ആ സാമൂഹിക സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടേ ശ്രീ കോടിയേരി? പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ വന്ന് ഇവിടുത്തെ ദളിത് വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ മൃഗീയമായ സംഭവത്തിൽ രോഷം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാദ്യം കേരളത്തിൽ വരുന്നതിന് മുമ്പ് സാക്ഷി മഹാരാജാവിന്റെ പേരിൽ നടപടിയെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും വേണം. എന്നിട്ടായിരിക്കണം നരേന്ദ്രമോദി കേരളത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് സന്ദർശിക്കേണ്ടത്. അവരുടെ ദളിത് പ്രേമം വെറും കാപട്യമാണെന്നുള്ള വസ്തുത ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. RSS മതന്യൂനപക്ഷങ്ങൾക്കെതിരായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായിട്ടും പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായിട്ടുമുള്ള പ്രസ്ഥാനമാണ് RSS. ചാതുർവർണ്ണ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോട് ഇത്തരം ഒരു സമീപനം മാത്രമേ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കൂ. അവർ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ തയ്യാറാകാത്ത RSS അതിന്റെ തനി നിറമാണ് സാക്ഷി മഹാരാജാവിൽ കൂടി പുറത്തു വന്നിട്ടുള്ള ഈ സംഭവം. ഇതിൽ രോഷം പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പ്രധാനമന്ത്രി ഉടനെ ഇടപെടണം. സാക്ഷി മഹാരാജാവിന്റെ പേരിൽ BJP MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നടപടിക്ക് വിധേയമാക്കണം. നിയമപരമായിട്ടുള്ള നടപടിക്ക് അദ്ദേഹത്തെ വിധേയമാക്കണം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നു വരും. അതിന് CPM അതിന് ശക്തമായിട്ട് ഇടപെടും എന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.
ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. രോഷം മാത്രം പോരാ, ഇതിൽ നടപടി വേണം. നിയമപരമായി പ്രധാനമന്ത്രിയും ഉത്തരവാദിത്വപ്പെട്ടവരും സ്വീകരിക്കേണ്ട നടപടികൾ ഈ വിഷയത്തിൽ എടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാക്ഷി മഹാരാജിന്റെ വിഷയം പുറത്തെത്തിക്കുന്നത് BJPയുടെ സ്വാഭാവികമായ ദളിത് വിരുദ്ധതയുടെ ഭാഗം തന്നെയായി തന്നെ കാണണമെന്നും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിരീക്ഷിക്കുന്നു. പീപ്പിൾ TVയിലൂടെ അല്പം മുമ്പാണ് കോടിയേരി ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത്. വളരെ ഗൗരവമായ കാര്യം. ധന്യരാമൻ അങ്ങനെയാണ് കാണേണ്ടത്. അതായത് ചാതുർവർണ്ണയ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന, അതിനെ ശ്ലാഘിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് സാക്ഷി മഹാരാജ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ കണ്ട പെൺകുട്ടിയെ അപമാനിക്കലും. അത്തരത്തിൽ കൂടി നിരീക്ഷിക്കേണ്ടതുണ്ടോ ഇതിനെ? ഞങ്ങള് എന്താണ് ദളിത് ആദിവാസി വിഭാഗത്തിലുള്ള എല്ലാ മനുഷ്യരും ഞങ്ങള് കൃത്യമായിട്ട് ഇപ്പൊ എല്ലാ രാഷ്ട്രീയത്തെയും നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സവർണ ഫാസിസവും രാഷ്ട്രീയ ഫാസിസവും നമ്മളടുത്ത് ആരെന്ത് കാണിച്ചാലും നമ്മളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. നോർത്തിലൊക്കെ ഞങ്ങളുടെ ആളുകൾ ഒരുപാട്, അവർക്ക് ഈ എത്ര പറഞ്ഞാലും നോർത്തിലെ ഒരു ജാതി സാഹചര്യം അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. ആ മാറ്റാൻ പറ്റാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളോട് ഒരിക്കലും ഒരു ആഭിമുഖ്യം തോന്നുകയില്ല. മാത്രമല്ല അതുമായിട്ട് പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ദളിതര് ഇവിടെ കേരളത്തിലായാലും നോർത്തിലായാലും ദളിതർ അനുഭവിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളെ മാറേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഞാൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഞാൻ നേരിട്ട് പരാതിയായിട്ട് എത്തിക്കും. തീർച്ചയായിട്ടും ഈ മെസ്സേജ് എത്തിക്കും. സാക്ഷി മഹാരാജിനെതിരായിട്ട് നടപടി എടുത്തേ ഒക്കൂ എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. അദ്ദേഹം നടപടി എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും. വളരെ നന്ദി ശ്രീമതി ധന്യരാമൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഉത്തർപ്രദേശിലെ മെയിൻപൂരിലാണ് സംഭവം. BJP പ്രവർത്തകന്റെ വീട് സന്ദർശിച്ചപ്പോൾ സാക്ഷി മഹാരാജൻ എന്ന MP അവിടുത്തെ പെൺകുട്ടിയെ, പരിക്കേറ്റ പെൺകുട്ടിയുടെ ജീൻസൂരി മുറിവുകൾ കാണാൻ ആവശ്യപ്പെടുകയും ഒടുവിൽ പെൺകുട്ടിയുടെ നിസ്സഹരണത്തെ ബഹുമാനിക്കാതെ പെൺകുട്ടിയുടെ ജീൻസൂരുകയും ചെയ്ത് പെൺകുട്ടിയെ അപമാനിച്ചു. ദളിത് കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് എന്നുള്ളത് ഇതിന് വിധേയമായത്, സാക്ഷി മഹാരാജിൻ്റെ ഈ വൈകൃതത്തിന് വിധേയമായത് എന്നുള്ളത് കൂടി വളരെ ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിവെക്കും. നിയമപരമായ നടപടി പ്രധാനമന്ത്രി ഇടപെട്ട് സാക്ഷി മഹാരാജിനെ എതിരെ എടുക്കണം എന്നാണ് CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് M നൽകിയത്.